Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about one of the inevitable component in many electronic equipments, that is about capacitor. Capacitor നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കപ്പാസിറ്റർ എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. Charges are mainly classified into two, free charges and bound charges, depending on their behavior in an external electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഈ ചാർജസ് ബിഹേവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രീ ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ഈസിലി മൂവ് ഇൻ എ മെറ്റീരിയൽ. അവർക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് പോകാൻ പറ്റും. അതേസമയം ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത് ദേ ആർ ബൗണ്ട് ടു ദ ആറ്റം ഓർ ന്യൂക്ലിയസ്. അപ്പം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അന്ന് അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് അവർക്ക് പോകാൻ പറ്റത്തില്ല. ദേ ആർ ബൗണ്ട് ടു ദ ആറ്റം ഓർ ന്യൂക്ലിയസ്, ബട്ട് ദേ ക്യാൻ റീഅറേഞ്ച് ദെയർ, അല്ലാതെ അവർക്കൊന്ന് ചെറിയൊരു ഓറിയന്റേഷൻ ആ ഒരു പൊസിഷൻ ഇരുന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ തന്നെ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഡയലക്ട്രിക്. കണ്ടക്ടേഴ്സ് നമുക്കറിയാം, ദേ ക്യാൻ ഈസിലി അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിൾ മെറ്റൽ ആണ്. മെറ്റലിൽ ഒരുപാട് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അതേസമയം ഇൻസുലേറ്റർ വിൽ നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഡെപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. Then the third is dielectric. Dielectric ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. ഡയലക്ട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇല്ല, ബൗണ്ട് ചാർജസ് കാണും. ഈ ബൗണ്ട് ചാർജസിന് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ അതിന്റെ പൊസിഷനിങ് ഒന്ന് റീഓറിയന്റ് ചെയ്യാൻ പറ്റും. ഡയലക്ട്രിക്കിന് എക്സാമ്പിൾ ആണ് മൈക്ക. അപ്പൊ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, എല്ലാ ഡയലക്ട്രിക്കും ഇൻസുലേറ്റേഴ്സ് ആണ്, ബട്ട് എല്ലാ ഇൻസുലേറ്റേഴ്സും ഡയലക്ട്രിക് അല്ല. ഓക്കെ, അതായത് റബ്ബർ ഒരു ഇൻസുലേറ്റർ ആണ്, അതൊരു ഡയലക്ട്രിക് അല്ല. കാരണം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് റീഓറിയന്റേഷൻ നടക്കില്ല. അതേസമയം മൈക്കയിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ബൗണ്ട് ചാർജസ് ഒന്ന് റീഓറിയന്റ് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡയലക്ട്രിക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചേക്കാണ്. അതായത് ഇതൊരു പോസിറ്റീവ് ചാർജ് പ്ലേറ്റും ഇതൊരു നെഗറ്റീവ് ചാർജ് പ്ലേറ്റും ആണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഈ ഡയലക്ട്രിക്കിനകത്ത് നെഗറ്റീവ് ബൗണ്ട് ചാർജസ് ഈ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉള്ള സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കോൺസിക്വന്റ്ലി പോസിറ്റീവ് ചാർജസ് ഈ നെഗറ്റീവ് എഫക്റ്റ് ഉള്ള സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് ഡൈപോൾസ് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ, റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് അഡ്ജസന്റ് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അങ്ങ് ക്യാൻസൽ ആയിട്ട് ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് charges, it will contribute a surface charge density minus sigma to this end, and this positive charge contribute a surface charge density plus sigma to this end. കണ്ടോ, അപ്പൊ രണ്ട് സൈഡിലും ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുമൂലം ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് is from positive to negative, and it is opposite to the external electric field. External electric fieldന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ ദ ഡയലക്ട്രിക് എന്ന് പറയുന്നത് ഈ ഇങ്ങോട്ടുള്ള ഈ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ഈ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ഉള്ളത് കുറച്ചിട്ടുള്ള ഒരു റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഈ ഡയലക്ട്രിക്കിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഡയലക്ട്രിക്കിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കപ്പാസിറ്റൻസിന്റെ പ്രോസസ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നമ്മൾ നോക്കാട്ടോ. ഇനി ഈ ഡയലക്ട്രിക്കിലെ കുറെ ഫീൽഡ് സ്ട്രെങ്ത് അങ്ങോട്ട് കൊടുത്താൽ, ഞാൻ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എക്സ്റ്റേണൽ ഫീൽഡ് സ്ട്രെങ്ത് കണ്ടമാനം കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറെ അങ്ങോട്ട് കൂട്ടി കഴിഞ്ഞാലേ ഡയലക്ട്രിക്കിന് മടിയായി. അപ്പൊ അത് എന്ത് ചെയ്യും? അത് ഈ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിനെ ബ്രേക്ക് ചെയ്ത് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും ആസ് എ ഡിസ്ചാർജ് ഓർ സ്പാർക്ക്. അപ്പൊ അതായത് ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് വരെ ഈ ഡയലക്ട്രിക്കിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യത്തുള്ളൂ. ആൻഡ് ദാറ്റ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് വെയർ ദ ഡയലക്ട്രിക് റീറ്റെയിൻ ഇറ്റ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദി ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ അത് ഒരുപാട് കൂടിയ ഇൻക്രീസ്ഡ് ഇലക്ട്രിക് ഫീൽഡിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റർ നോക്കാം. അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് two conductors separated by an insulating medium. അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതായിരിക്കും രണ്ട് കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സിന് വരയ്ക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് ഒരുപോലെ ആയിരിക്കണം കേട്ടോ. സോ ദിസ് ഇസ് എ ഫിക്സ്ഡ് കപ്പാസിറ്റർ.
അതേസമയം ഇതൊരു വേരിയബിൾ കപ്പാസിറ്റർ. ഈ ആരോ ഹെഡ് കൊടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വേരിയബിൾ കപ്പാസിറ്റർ ആയിരിക്കും. കാരണം അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് കപ്പാസിറ്റർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് two conductors separated by a small distance and is used to store electric energy or electric charge. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ട് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ടും മറ്റേ പ്ലേറ്റ് ഞാൻ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ടും കണക്ട് ചെയ്യുകയാണ്. ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ്. സോ ഇവിടെ ഞാൻ പോസിറ്റീവ് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടുന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കപ്പാസിറ്റർ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. കണ്ടോ, പോസിറ്റീവ് ചാർജ് വരും. അതേസമയം ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ടുവേഴ്സ് ദ പ്ലേറ്റ് ഫ്ലോ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ നെഗറ്റീവ് ചാർജ് ഇൻ ദിസ് പ്ലേറ്റ്. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമുക്ക് ഈ പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ വി ക്യാൻ റൈറ്റ് ദ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഓർ Q is equal to CV. ഇവിടെ C എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. Or C can be written as Q by V, where C is called the capacitance of the capacitor. അതായത് ഒരു കപ്പാസിറ്ററിന്റെ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കപ്പാസിറ്റൻസ് കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റർ ആയിരിക്കും അത്. ഇനി നമ്മളിപ്പം ഞാൻ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു, ഈ ബാറ്ററിനെ അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഈ ബാറ്ററിനെ ഡിസ്കണക്ട് ചെയ്താലും ഈ കപ്പാസിറ്ററിനകത്തിരിക്കുന്ന മെറ്റീരിയല് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വൺസ് ഇതിനകത്ത് സ്റ്റോർഡ് ആയ ചാർജ് ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ഇൻ ദ ഫോം ഓഫ് എനർജി. അപ്പം എനർജിയുടെ ഇക്വേഷൻ U is equal to half CV² ആണ്. അപ്പൊ ഈ ഒരു ഫോമില് ഇതിനകത്ത് എനർജി ആയിട്ട് സ്റ്റോർഡ് ആവും. എന്നിട്ട് ഈ എനർജി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിന്റെ ഫങ്ഷനിങ്. ഇനി ഇതിനകത്ത് ഞാനൊരു ഡൈലക്ട്രിക് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സോ ഇതിനകത്തൊരു ഡൈലക്ട്രിക് വെച്ചെന്ന് വെച്ചു. ഈ ഡൈലക്ട്രിക്കിന്റെ കേസിൽ ഇതേപോലെ ബാറ്ററി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡൈലക്ട്രിക്കിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെക്കാട്ടിലും അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം? ഒരു ഡൈ ഇലക്ട്രിക്കിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. ബട്ട് ഫാരഡ് എന്ന് പറയുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിയാണ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം, 1 ഫാരഡ്. സോ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ കാണുന്നത് മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നൊക്കെ ആയിരിക്കും. അതിനെ നമ്മൾ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി വാണ്ട് ടു നോ ദ കൺവേർഷൻസ്. 1 മൈക്രോ ഫാരഡ് ഈസ് 10⁻⁻6 ഫാരഡ്, 1 നാനോ ഫാരഡ് ഈസ് 10⁻⁹ ഫാരഡ്, ആൻഡ് 1 പൈക്കോ ഫാരഡ് ഈസ് 10⁻12 ഫാരഡ്. ആൻഡ് ദെൻ ഡയമെൻഷൻ ആണെങ്കിൽ C is equal to Q by V. സോ Qയുടെ ഡയമെൻഷനും Vയുടെ ഡയമെൻഷനും എടുക്കണം. Q എന്ന് പറയുന്ന ഡയമെൻഷൻ AT ആണ്. Qയുടെ ഡയമെൻഷൻ ചാർജ് ഇൻറ്റു ടൈം, കറണ്ട് ഇൻറ്റു ടൈം ആണ് ചാർജ്. സോ Qയുടെ ഡയമെൻഷൻ AT വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് W by Q എന്ന് എടുക്കാം. സോ Wയുടെ ഡയമെൻഷൻ നമുക്കറിയാം ML² T⁻². Qന്റെ AT ആണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? M⁻⁻1 L⁻⁻2 T⁻4 A⁻2 എന്ന് കിട്ടും കേട്ടോ. സോ കപ്പാസിറ്ററിന്റെ ഡയമെൻഷൻ ഓർത്തിരിക്കണേ. ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് കപ്പാസിറ്റൻസിന്റെ ഒരു കപ്പാസിറ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫസ്റ്റ് വൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. സെക്കൻഡ്, ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ. തേർഡ്, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ. ഫോർത്ത്, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഡൈലക്ട്രിക്. അതായത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഡൈലക്ട്രിക്കിന്റെ നേച്ചർ അനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ വേരി ചെയ്യും. ദെൻ കപ്പാസിറ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും.
What are the applications of capacitors? First one, ceiling fans and washing machine, microwave ovens, refrigerator compressors, smartphones, computer keyboards. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആകെ കുറച്ച് ഇതിനകത്ത് കാട്ടിയിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലെ സീലിംഗ് ഫാൻ ഒക്കെ നമ്മൾ അങ്ങോട്ട് ഓൺ ആക്കുന്ന ഉടനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹം ചെയ്യുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു. ഇനി നാലേലും അങ്ങോട്ട് ഇടാന്ന് വിചാരിക്കുമ്പോൾ ഒന്നേ മാത്രമേ കറങ്ങത്തുള്ളൂ. എന്നാൽ പിന്നെ ഫാൻ അങ്ങ് മാറ്റിയേക്കാന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് പുതിയ ഒരെണ്ണം വാങ്ങാൻ നിൽക്കണ്ട. പകരം ആ ഫാനിന്റെ കപ്പാസിറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ ആണ് ഈ ഫാനിന്റെ റൊട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ കമ്പോണന്റ്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത്, KCB നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് 230 വോൾട്ട് AC ആണ് വരുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് വരുന്നത്. അപ്പം നമുക്കറിയാം കറണ്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു സാധാരണ സിമ്പിൾ സീലിംഗ് ഫാൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റേഷനറി പാർട്ടും 2 വൈൻഡിങ്സ് കാണാം അതിന്റെ 2 സൈഡിലായിട്ട്, മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും. ഈ രണ്ടിലും നമ്മുടെ ഈ പോസിറ്റീവ് ഹാഫ്, ഇത് പോസിറ്റീവ് ഹാഫ്, ഇത് നെഗറ്റീവ് ഹാഫ്. സോ പോസിറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് ഈ രണ്ടിലും ഒരേപോലെയാണ് പോസിറ്റീവ് ഹാഫ് വരുന്നത്, ഒരേപോലെയാണ് നെഗറ്റീവ് ഹാഫ് വരുന്നത്. അതായത് ഈ രണ്ടിലും ഒരേപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് ഇതിൽ വന്നെന്ന് വെച്ചു. അപ്പൊ വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് വന്നു, ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മുടെ മോട്ടർ കൊണ്ട് വിചാരിക്കുന്ന സമയത്തേക്കും നെഗറ്റീവ് ഹാഫ് കയറി വരും. അപ്പൊ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യണം. അപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും വളരെ ഫാസ്റ്റ് ആയിട്ട്, 50 ഹെർട്സ് ആണ് നമ്മുടെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ സിഗ്നലിന്റെ. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഫാൻ തന്നെ ഇത് എന്ത് ചെയ്യാനാന്ന് വെച്ചാൽ അനങ്ങാതിരുന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അത് ചൂടാവും. അപ്പൊ ഈ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ദ ഓക്സിലറി വൈൻഡിങ്, ഓക്സിലറി വൈൻഡിങ്ങിലായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് വരുമ്പോൾ മെയിൻ വൈൻഡിങ്ങിൽ വരുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആവും. എന്നിട്ട് അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവ് ഹാഫ് വരുമ്പം ഈ സ്റ്റോർ ചെയ്തേക്കുന്ന ഈ ഒരു എനർജിനെ ഈ കപ്പാസിറ്റർ വിട്ടുകൊടുക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയ സാധനം ഈ ഓക്സിലറി വൈൻഡിങ്ങിൽ ആ എനർജി വരുമ്പം അത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനെ അത് എനേബിൾ ചെയ്യും. അങ്ങനെയാണ് കപ്പാസിറ്റർ ഒരു ഫാനിന്റെ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ കപ്പാസിറ്ററിന്. സോ വിത്ത് ദിസ് ലെക്ചർ വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ഫ്രീ ചാർജസ്, ബൗണ്ട് ചാർജസ്, conductors, insulators and a dielectric. Then what happens when a dielectric is placed in an electric field. Then we had discussed about capacitors, fixed and variable capacitors. Then the value of capacitance C can be obtained by C is equal to Q by V, unit of capacitance and dimension of capacitance. Then on what quantities these capacitors will depend. And then we discussed about the applications of capacitors. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena Ji. Thank you.